ഇന്ന് നമ്മൾ ബനാന റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. 3 നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബനാന റോൾ റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം പഴുത്ത 3 നേന്ത്രപ്പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അധികം വലിപ്പമില്ലാത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ശേഷം നമുക്കിത് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിക്കുക. നെയ്യ് നന്നായി ചൂടായി വരുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെച്ചിട്ട് നമ്മൾ പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് വാട്ടിയെടുക്കരുത്. ലോക്കും മീഡിയത്തിനും ഇടയിൽ വെച്ചിട്ട് പഴം നന്നായിട്ട് വാട്ടിയെടുക്കുക. പഴം നന്നായിട്ട് വാടി കുഴഞ്ഞ് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. നമ്മളിപ്പോൾ ഒരു മുറി തേങ്ങ നന്നായിട്ട് ചിരകി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കുകയാണ്. കൂടെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്ക പൊടിയും 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഒരു 3 ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് വാട്ടിയെടുത്തിട്ടുള്ള പഴം ഫുള്ളായിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഒരുപാട് സമയം വേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു 3 ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടി യോജിപ്പിക്കുകയാണ്. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ചെറിയൊരു ഉരുള എടുക്കുക. നമ്മൾ പത്തിരിക്കല ഉരുട്ടിയെടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ ചെറിയൊരു ഉരുള എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. നീളത്തിൽ നമ്മുടെ ചിക്കൻ റോളിനെല്ലാം ആ ഷേപ്പിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു മുട്ട ഒരു ബൗളിൽ നമ്മൾ നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മളിത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുകയാണ്. മുക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഇത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ റസ്ക് പൗഡറിലോ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ആദ്യം റെഡിയാക്കി വെക്കാം. ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റൗവിൽ നേരത്തെ തന്നെ ഒരു പാൻ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. മീഡിയത്തിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറമേ ചെറുതായിട്ട് കളറെല്ലാം മാറി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.